കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന കറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. ഉണക്ക സ്രാവ് വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. തേങ്ങയൊക്കെ ചേർത്ത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ കറി ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഉണക്ക സ്രാവ് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെയാണ് കട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ടിത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കുറേയൊക്കെ കളഞ്ഞു. കൂടുതലൊന്നും കളഞ്ഞിട്ടില്ല. കുറച്ച് സമയം 2-3 തവണ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു. നല്ല ഉപ്പുള്ള മീനാണ് കേട്ടോ, അതുകൊണ്ടാണ് 2-3 തവണ കഴുകിയെടുത്തത്. ഇതേപോലെ ഉപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് ഒരൽപ്പം മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഉപ്പുള്ളതാണ്, മീനിൽ നന്നായിട്ട് ഉപ്പുണ്ട് കേട്ടോ. കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിലും ഉപ്പ് അതിലുണ്ടാവും, ഉണക്കസ്രാവല്ലേ. ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. കൂടുതലങ്ങ് വേവിച്ചിട്ടില്ല, എന്നാലും അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു മാറ്റി വെച്ചു. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചു. ഒരു പച്ചമുളക് കീറിയിട്ടു. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയിട്ടൊന്ന് വഴറ്റിയെടുത്തു. അത്യാവശ്യം വഴന്ന് വരുന്ന സമയത്ത് ഒരു പഴുത്ത തക്കാളി നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളി കലക്കിയെടുത്ത് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറുക്കിയെടുക്കാം. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തു. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം, അത് വീഡിയോയിൽ വന്നിട്ടില്ല. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചു. നന്നായിട്ടൊന്ന് തിളച്ചു. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കുറുകി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സ്രാവിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലുള്ള ഉപ്പൊക്കെ ഇറങ്ങി വരും. ഇതേപോലെ സിമ്മിലിട്ട് കുറച്ച് സമയം തിളപ്പിച്ച് മസാലയുടെയും പുളിയുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി സ്രാവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അല്പം അരച്ചെടുത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയെല്ലാം നമ്മൾ വറവിലേക്ക് ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്കൊന്നും ഞാൻ ചേർത്തിട്ടില്ല. തേങ്ങ നന്നായിട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്തു. അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഗ്രേവി നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എരിവൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നോക്കൂ, ഇനി ഒരല്പസമയം ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.